ചേട്ടാ നമസ്കാരം. നമസ്കാരം. വരുന്നേട്ടാ. ചേട്ടാ ബോക്സ് ഒന്നും വിടാണ്ട് കയറ്റി വിട്. ശരി ചേട്ടാ. എടാ തോമസ് ചേട്ടാ, കളക്ഷനൊക്കെ കൃത്യമായിട്ട് വാങ്ങുന്നില്ലേ? കളക്ഷൻ കുറവാണല്ലോ. പോയി മൊത്തം കളക്ട് ചെയ്തു നമ്മുടെ പിള്ളേരെ കുട്ടിക്കോ. നീയൊക്കെ എന്ത് നോക്കിയിരിക്കണ? കർണാടക വണ്ടി വന്നിട്ടുണ്ടല്ലോ. എല്ലാ ബോട്ടും കടലിൽ പോയിട്ടുണ്ടോ? നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? വാങ്ങിക്കുന്നുണ്ട്. എല്ലാ വണ്ടിയിലെ മുഴുവൻ കളക്ഷനും വാങ്ങണം. മനസ്സിലായോ? കളക്ഷനൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇല്ലേ ഞാൻ എല്ലാത്തിനെയും പിരിച്ചുവിട്ടെ ഞാൻ നേരിട്ട് പോയി കളക്ഷൻ എടുക്കേണ്ടി വരും. ചേട്ടാ ഞങ്ങൾ നോക്കോളാം. എടാ പൈസ എടുക്കടാ. എണ്ണ നോക്കടാ. ടോക്കൺ വാങ്ങിയ ചേട്ടാ ഭാര്യയുടെ താലി പണയം വെച്ചിട്ടാ ഞാൻ മീൻ വാങ്ങിക്കാൻ വന്നേക്കണേ. നാളെ തരാം. എന്തിനാടാ ഭാര്യ? പോടാ. എടാ നോക്കിയേ, എടാ ഏതെങ്കിലും വണ്ടിക്കാരൻ കളക്ഷൻ തരാൻ പഠിച്ചാൽ 2 ബോക്സ് മീൻ എടുത്ത് ഷെട്ടിക്കൊണ്ടേയിട്. അവന്മാർക്ക് നമ്മൾ ആരാണെന്ന് അറിയിച്ചുകൊണ്ടിരിക്കണം. എന്നാലും പേടി ഉണ്ടാവും. അങ്ങോട്ട് മാറിക്കടാ. നിന്നോട് പ്രത്യേകം പറയണോ? എടുത്തു വയ്ക്കാൻ പാടില്ലേ? താലി കിട്ടിയ പെണ്ണിന് സ്വന്തം മക്കളെ വീട്ടിലിരുത്തിയിട്ട് നടുക്കടലിൽ പോയി ജീവൻ പണയം വെച്ച് കഷ്ടപ്പെട്ട് മീൻ പിടിച്ചിട്ട് വരുന്നവരാ ഞങ്ങളുടെ ആളുകള്. അത് വാങ്ങാൻ വരുന്ന കച്ചവടക്കാരോട് ഇങ്ങനെ അന്യായം ചെയ്താ വേറെ ഏത് കച്ചവടക്കാരും ഞങ്ങളടുത്ത് മീൻ വാങ്ങാൻ വരും? ഇങ്ങനെ അന്യായം കാണിക്കണോ? എന്റെ പൊന്നോ, ഒറ്റ ശ്വാസം പറഞ്ഞു തീർത്തൂല. നിങ്ങളെയൊക്കെ പല പ്രാവശ്യം കണ്ടതാണല്ലോ. ഇതേതാ പുതിയൊരു കിളിമീൻ? എടാ വെല്ലിംഗ്ടൺ ചേട്ടാ, ഈ കിളിയെ കണ്ണമ്മ ഷെഡിന്റെ അടുത്തുള്ള മോട്ടോർ പുരയിലെ പതിപോലെ കൊണ്ടുവരാം. എന്താടി അണിഞ്ഞൊരുങ്ങി വന്നേക്കുന്നേ? മീമിക്കാൻ തന്നെയല്ലേ വന്നേ? പിടിക്കടാ. ചേട്ടാ, ചേട്ടൻ ഇവിടുന്ന് കളക്ഷൻ വായിക്കണ്ടെന്ന് പറഞ്ഞു. ഓ അതേട്ടാ, ഇന്ന് ഈ മീനാണ് അവയില്. എല്ലാരും വിട്ടോ. അതെ, ചേട്ടൻ നിന്നോട് കണ്ണമ്മ ഷെട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്താ പറഞ്ഞേട്ടാ? ഇപ്പൊ തന്നെ വന്നോളും. ഞാൻ പറഞ്ഞ പണിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നു നീ. അതേട്ടാ, ഈ ഹാർബറിൽ ഒരുത്തരും നമുക്കെതിരെ ശബ്ദം ഉയർത്താതിരിക്കാൻ നീ തന്നെ ശ്രദ്ധിച്ചോളൂ. ശരി, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഈ ഹാർബറിന്റെ എൻട്രൻസിലെ എന്റെ വലിയൊരു കട്ടൗട്ട് വെക്കണം. ഈ കടൽ എന്റെ കൺട്രോളിലാണ്. അവിടെയല്ലേട്ടാ? വെച്ചോളാം. എന്താടാ? മീനൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഐസിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് കയറ്റി വിട്ടാൽ മതി ചേട്ടാ. ശരി, റെഡിയാണെങ്കിൽ ലോഡ് ചെയ്തു ചേട്ടാ. ഹാർബറിൽ ചിറ്റപ്പ മീറ്റിംഗിലായിരിക്കും. എന്താ നോക്ക് ജോണ. ഹാർബർ ലീഡർ റോയൽ റായപ്പൻ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണമെന്നേ. 100 രൂപ ടോക്കണ് 3000 രൂപ ചോദിക്കുന്നേ. കൊടുത്തില്ലെങ്കിൽ 10000 രൂപയുടെ മീൻ അയാളുടെ ആൾക്കാരൊന്ന് കൊണ്ടുപോകുന്നേ. ചോദിക്കാൻ ചെന്നാൽ തീർത്തുകളെ ഒന്ന് പേടിപ്പിക്കുക. ഇതിനെല്ലാം നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. ഡാക്ലസ് ചേട്ടാ, ഞങ്ങളെ നിങ്ങളെ വിശ്വസിച്ചാണ് പുറത്തുനിന്ന് കച്ചവടത്തിന് വരണത്. അല്പം ക്ഷമയോടെ സംസാരിക്കടാ. ഇതിൽ കൂടുതൽ ക്ഷമിക്കാൻ പറ്റില്ല നേതാവേ. ക്ഷമിക്കാൻ പറ്റില്ല, പോയി ചാകടാ. ഇവിടെ ഞാൻ തന്നെയല്ല. നീ ആരാ? പോട നത്തോലി. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നതാ നിയമം. ഈ റോയൽ രായപ്പൻ പറഞ്ഞാലേ ബോട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകൂ. രായപ്പാ, 4 മീൻ കച്ചവടക്കാർ വന്നാലേ മീൻ നല്ല വിലക്ക് പോകൂ. എന്നാലേ നീ നന്നാകുള്ളൂ, ഞാനും നന്നാകുള്ളൂ, നമ്മളെ വിശ്വസിച്ചിരിക്കുന്നവർക്ക് അന്നവും കിട്ടുള്ളൂ. എടാ, ഞാൻ പറഞ്ഞാലേ കടലിൽ പോകാൻ ബോട്ടിന്റെ കയറഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ നീ പറഞ്ഞില്ലേ നമ്മളെ വിശ്വസിച്ച് ആഹാരം കഴിക്കുന്നവരെന്ന്, അവരൊക്കെ പിച്ചെടുക്കേണ്ടി വരും. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ക്ഷമിക്കുന്തോറും നീ കിടന്ന് ആളാകുക. ഓ, നിയമത്തിന് വിധേയപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇല്ലേ ആ സ്ഥാനത്ത് നിനക്ക് പകരം വേറെ ആളെ കൊണ്ടുവരേണ്ടി വരും. ധൈര്യം വന്നോ? ഇനി ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ആരാ പറഞ്ഞെന്ന് നോക്കട്ടെ മാറ്റാനായിട്ട്. ഓടാ. എല്ലാ വണ്ടികളും ലോഡ് ചെയ്ത് വൈകുന്നേരത്തുള്ളിൽ അയക്കണം. പപ്പ വരുമ്പോ കാര്യങ്ങൾ പറയണം. പെട്ടെന്ന് നോക്ക്. എന്താടാ? ചിറ്റപ്പനെ അടിച്ചോളിയാ. ആരടാ?
അളിയ, ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് മതി. അവൻ്റെ ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ടാവും. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വേണം പണിയാൻ. നീ ഇനി സ്കെച്ചിട്. അളിയാ, എങ്ങനെ നടക്കും? 30-40 പേര് എപ്പോഴും അവന്റെ ചുറ്റിനുണ്ടാവില്ലേ? ഞാനിടാടാ സ്കെച്ച്. എന്ത് 30-40 പേര്? എന്ത് ധൈര്യം ഉണ്ടോടാ നിന്റെ ചിറ്റപ്പിനടിച്ചേ? നീ കുറെ ഉണ്ടാക്കും. നിന്നെ അടിക്കൂടാ. അളിയാ, നിന്നെ പോലെ വിരട്ടി സംസാരിക്കാൻ എനിക്കറിയില്ല, പക്ഷെ ഇതുപോലെ കത്തി സംസാരിക്കും. ഇനി മേലാൽ ഈ ഹാർബറിൽ നിന്നെ കണ്ട അരിഞ്ഞരിഞ്ഞ് ഈ കടലിലെറി നിന്നെ നോക്കിക്കോ. വാടാ. എന്താ നോക്കുന്നേ? ദേ വന്നടാ നിന്റെയൊക്കെ കാല്. വെട്ടറാവനെ. എടാ, നിന്നെ കൊല്ലാതെ വിടില്ലടാ. വാടാ, പോവാ. ചേട്ടൻ ഒറ്റയ്ക്കാ.